ഡിയർ സ്റ്റുഡൻസ്, ഇനി നമ്മൾ മൊഡ്യൂൾ 4 ആണ് ചെയ്യാൻ പോകുന്നത്. മൊഡ്യൂൾ 4 കൺസ്ട്രെയിൻറ്റ് മാക്സിമ ആൻഡ് മിനിമ. അപ്പോൾ നമുക്കൊരു കൺസ്ട്രെയിൻസ് തന്നിട്ടുണ്ടാവും. നമുക്കൊരു പ്രോബ്ലം ചെയ്ത് നോക്കാം. എക്സാമ്പിൾ 1, ഫൈൻഡ് ദ പോയിന്റ് പി ഓഫ് എക്സ് വൈ സെഡ് ഓൺ ദ പ്ലെയിൻ 2x + y - z - 5 = 0 ദാറ്റ് ഈസ് ക്ലോസസ്റ്റ് ടു ദ ഒറിജിൻ. അപ്പോൾ നമുക്ക് എക്സ് വൈ സെഡ് പ്ലെയിൻ തന്നിട്ടുണ്ടാവും. എക്സ് വൈ സെഡും പ്ലെയിൻ ഉണ്ടാവും. അതിൻ്റെ ഒറിജിനാണ് 0 0 0. ഇതിൽ നമുക്കൊരു പ്ലെയിൻ തന്നിട്ടുണ്ട്. ഇതാ ഈ പ്ലെയിൻ്റെ ഇക്വേഷനാണ്. ഇതാണ് പ്ലെയിൻ. ആ പ്ലെയിൻ്റെ ഇക്വേഷൻ 2x + y - z - 5 = 0. അപ്പം ഈ ഒറിജിൻ എന്ന് പറയുന്ന പോയിന്റിൽ നിന്നും ഈ പ്ലെയിനിലേക്കുള്ള ക്ലോസസ്റ്റ് ഡിസ്റ്റൻസ് കണ്ടുപിടിക്കണം. എന്ന് വെച്ചാൽ ആ പോയിന്റ് ഏത് പോയിന്റിലേക്ക്, ഇവിടെ ഒരു പോയിന്റ് കണ്ടുപിടിക്കണം. ഇതാ ഇവിടെ ഒരു പോയിന്റ് പി ഉണ്ടാവും, പി ഓഫ് എക്സ് വൈ സെഡ്. അപ്പോൾ ഈ ഒറിജിനിൽ നിന്നും ഈ പിയിലേക്കുള്ള പോയിന്റ്, ഈ പി എന്ന് പറയുന്ന ഈ പ്ലെയിനിലെ പോയിന്റാണ്. ഇത് ആയിരിക്കണം ഏറ്റവും ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ്. അപ്പം ഈ പി ക്ലോസസ്റ്റ് ആവും. അപ്പം ഈ പി ആണ് കണ്ടുപിടിക്കേണ്ടത്. പിയുടെ കണ്ടീഷൻ എന്താ? ഒ പി മിനിമം ആയിരിക്കണം. ഇതാണ് ഒ പി മിനിമം ആകുമ്പോൾ പിയുടെ കോർഡിനേറ്റ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ഒ പി എന്ന് പറഞ്ഞാൽ എന്താ? എക്സ് മൈനസ് 0 റൂട്ട് ഓഫ് എക്സ് മൈനസ് 0 സ്ക്വയർ പ്ലസ് വൈ മൈനസ് 0 സ്ക്വയർ പ്ലസ് സെഡ് മൈനസ് 0 സ്ക്വയർ. ദാറ്റ് ഈസ് റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് സെഡ് സ്ക്വയർ. അപ്പോൾ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് സെഡ് സ്ക്വയർ മിനിമം ആകണം, സബ്ജക്റ്റ് ടു ദ കൺസ്ട്രെയിൻ. ഈ പ്ലെയിൻ്റെ ഇക്വേഷൻ തന്നിട്ടുണ്ട്. അതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഈ എഫ് ഓഫ് എക്സ് വൈ സെഡ്, ഇതിനെ എഫ് ഓഫ് എക്സ് വൈ സെഡ് എന്ന് എടുക്കും. എഫ് ഓഫ് എക്സ് വൈ സെഡ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് സെഡ് സ്ക്വയർ, അതിൻ്റെ സ്ക്വയർ, ഡിസ്റ്റൻസിൻ്റെ സ്ക്വയറിനെ നമ്മൾ എഫ് ആയിട്ട് എടുക്കും. അത് മിനിമം ആയിരിക്കണം, സബ്ജക്റ്റ് ടു ദിസ് കണ്ടീഷൻ. ഈ എഫ് മിനിമം ആകുമ്പോൾ, ഈ കണ്ടീഷൻ തന്നിട്ടുണ്ട്, എഫ് മിനിമം ആകുമ്പോൾ എക്സ് വൈ സെഡിൻ്റെ വാല്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇതിൻ്റെ അകത്ത് നമ്മൾ എക്സും വൈയും സെഡും, ഇതാണ് പ്ലെയിൻ. ഈ പ്ലെയിനിൻ്റെ അകത്ത് സെഡിൻ്റെ വാല്യൂ എടുക്കണം. എഫ് ആണ് നമുക്ക് തന്നിരിക്കുന്ന ഫങ്ഷൻ. ഈ എഫ് മിനിമം ആണ്. അതിന് ഈ സെഡിന് പകരം നമ്മൾ തന്നിരിക്കുന്ന പ്ലെയിനിൻ്റെ അകത്തു നിന്നുള്ള സെഡ് എടുക്കും. അപ്പോൾ ഈ സെഡ് എടുത്തു. അപ്പോൾ സെഡിൻ്റെ വാല്യൂ ഇതായി. അപ്പോൾ എഫ് ഓഫ് എക്സ് വൈ സെഡ് എന്നുള്ളത് സെഡിൻ്റെ വാല്യൂ. എഫ് ഓഫ് എക്സ് വൈ സെഡ്, ഈ എഫ് ഓഫ് എക്സ് വൈ സെഡിന് സെഡിൻ്റെ വാല്യൂ ഇതെന്തായി? 2x + y - 5 ആയി. അപ്പം നമ്മൾ ആ എഫിനെ നമ്മൾ എന്നിട്ട് എന്ത് ചെയ്തു? സെഡിന് ആ വാല്യൂ കൊടുത്തപ്പോൾ അതിനെ നമ്മൾ എച്ച് ഓഫ് എക്സ് വൈ എന്ന് വിളിച്ചു. എച്ച് ഓഫ് എക്സ് വൈയുടെ വാല്യൂ എന്തായിരിക്കും? എച്ച് ഓഫ് എക്സ് വൈയുടെ വാല്യൂ സെഡ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് സെഡിൻ്റെ വാല്യൂ ഇതാണ്. അതിനെ സ്ക്വയർ ചെയ്യുക. അപ്പം എക്സ് സ്ക്വയർ വൈ സ്ക്വയർ എന്നിട്ട് ഇതിനെ സ്ക്വയർ ചെയ്യുക. 2x സ്ക്വയർ എന്ന് പറഞ്ഞാൽ 4x സ്ക്വയർ, വൈയുടെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ വൈ സ്ക്വയർ, 5ൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 25, പിന്നെ 2 × 2x + y, അത് 4xy. അങ്ങനെ നമ്മൾ അതിൻ്റെ സ്ക്വയർ എടുത്തു. സ്ക്വയർ എടുത്തപ്പോൾ ഇതാണ് കിട്ടിയത്. അത് സം ചെയ്തു. എക്സ് സ്ക്വയറും 4x സ്ക്വയറും കൂടി 5x സ്ക്വയർ, വൈ സ്ക്വയറും കൂടി 2y സ്ക്വയർ, ദെൻ ഇത് 4xy ഇവിടെ എഴുതി, ദെൻ -20x ഇവിടെ എഴുതി, -10y ഇവിടെ എഴുതി, ഈ 25 ഇവിടെ എഴുതി. അതാണ് എച്ച് ഓഫ് എക്സ് വൈ. നമുക്ക് എന്ത് ചെയ്യണം? എച്ച് ഓഫ് എക്സ് വൈ മിനിമം ആയിരിക്കണം. എച്ച് ഓഫ് എക്സ് വൈ മിനിമവും മാക്സിമം മിനിമം അനുസരിച്ച് എച്ച് ഓഫ് എക്സ് വൈ മിനിമം മാക്സിമം ആകുമ്പോൾ എച്ച് ഓഫ് എക്സ് വൈ. അപ്പം എച്ച് എക്സ് = 0, എച്ച് വൈ = 0 എന്ന് എടുക്കുക. എന്ന് പറഞ്ഞാൽ ഇതിനെ വിത്ത് റെസ്പെക്ട് ടു എക്സ് കൊണ്ട് ഡിഫറൻഷിയേറ്റ് ചെയ്ത് = 0 എന്ന് എടുക്കുക. അപ്പോൾ എച്ച് എക്സിനെ വിത്ത് റെസ്പെക്ട് ടു എക്സ് കൊണ്ട് ഡിഫറൻഷിയേറ്റ് ചെയ്ത് 10x, പിന്നെ എന്ത് ചെയ്യും? 4xyനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ 4y മൈനസ് 20xനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ -20 = 0. അപ്പോൾ 20 അപ്പുറത്തേക്ക് പോകുമ്പോൾ ഇത് കിട്ടും. പിന്നെ ഇതിനെ വിത്ത് റെസ്പെക്ട് ടു y കൊണ്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യണം. എച്ച് ഓഫ് y = 0. ഇതിനെ y കൊണ്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ എന്താ? 2y² 4y, 4xy ഡിഫറൻഷിയേറ്റ് y കൊണ്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ 4x,
ദെൻ 10y ഡിഫറൻഷിയേറ്റ് ചെയ്താൽ -10 അത് റൈറ്റ് സൈഡിലേക്കും 10. അപ്പോൾ ഈ രണ്ട് ഇക്വേഷൻ കിട്ടി. ഇക്വേഷൻ നമ്പർ 1, ഇക്വേഷൻ നമ്പർ 2. ഇതാണ്. ഈ 1ഉം 2ഉം കൂടെ നിങ്ങൾ കാൽക്കുലേറ്റർ ഉപയോഗിച്ച് സിംപ്ലിഫൈ ചെയ്യുക, കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യും? എക്സ് ഈ വാല്യൂ കിട്ടും, വൈ ഈ വാല്യൂ കിട്ടും. അത് സെഡിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ചെയ്യുമ്പോൾ സെഡിൻ്റെ വാല്യൂ എന്തായി? -5/6 എന്ന് കിട്ടി. അപ്പം എക്സ് 5/3, വൈ 5/6, സെഡ് -5/6. അതാണ് കിട്ടിയത്. എന്നിട്ട് നമ്മൾ പി കാണണം. പി എന്ന് പറഞ്ഞാൽ ഒ പി എന്താ? √(x²) 5/3² പ്ലസ് 5/6² പ്ലസ് -5/6². √() എൻ്റെ റൂട്ട്. അപ്പോൾ നമുക്ക് 5/√6 എന്ന് കിട്ടും. ഇതാണ്. ഒന്നും കൂടെ നമ്മൾ പറയാം. നമ്മൾ ചെയ്യുന്നത്, ഇതാണ് പ്രോബ്ലം. ഇതാണ്. ഫൈൻഡ് ദ പോയിന്റ് P ഓൺ ദ പ്ലെയിൻ. പ്ലെയിനിൻ്റെ ഈ പോയിന്റ് കണ്ടുപിടിക്കണം. ദാറ്റ് ഈസ് ക്ലോസസ്റ്റ് ടു ദ ഒറിജിൻ. അപ്പം OP സ്മോളസ്റ്റ് ആയിരിക്കണം. OP എന്ന് പറഞ്ഞാൽ √(x² + y² + z². അത് സ്മോളസ്റ്റ് ആയിരിക്കണം. കണ്ടീഷൻ ഇതാണ് പ്ലെയിനിൻ്റെ ഇക്വേഷൻ. അപ്പോൾ ഇത് സ്മോളസ്റ്റ് ആകുക എന്ന് പറഞ്ഞാൽ അതിനെ നമ്മൾ അതിൻ്റെ സ്ക്വയറിനെ F ആയിട്ട് എടുക്കുക. അപ്പോൾ ഡിസ്റ്റൻസിൻ്റെ സ്ക്വയറിനെ നമ്മൾ F ആയിട്ട് എടുക്കുക. ഇത് സ്മോളസ്റ്റ് ആകണം, ഈ കണ്ടീഷൻ. അപ്പോൾ നമ്മൾ ഈ സെഡിൻ്റെ സ്ഥാനത്ത് എന്ത് ചെയ്യും? ഇതിൻ്റെ അകത്തുള്ള സെഡ് എടുത്ത് വെക്കും. സെഡിൻ്റെ സ്ഥാനത്ത് ഈ സെഡ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. സെഡിൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. അപ്പോൾ നമുക്ക് F കിട്ടും. ഇതാണ് F. ഈ F കിട്ടും. അപ്പോൾ അതിനെ നമ്മൾ H എന്ന് വിളിച്ചു. h(x) = 0, h(y) = 0 എന്ന് എടുക്കുമ്പോൾ നമുക്ക് രണ്ട് ഇക്വേഷൻ കിട്ടും. h(x) = 0, h(y) = 0. മാക്സിമം മിനിമം ആവുമ്പോൾ h(നെ വിത്ത് റെസ്പെക്ട് ടു x കൊണ്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യുക. hx = 0 എന്നാണ്. hx അല്ല, hx. h(നെ വിത്ത് റെസ്പെക്ട് ടു x കൊണ്ട് ∂h/∂x = 0. പിന്നെ ∂h/∂y = 0 എന്ന് കിട്ടും. അപ്പോൾ രണ്ട് ഇക്വേഷൻ കിട്ടും. വിത്ത് റെസ്പെക്ട് ടു x കൊണ്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യുക, y ഡിഫറൻഷിയേറ്റ് ചെയ്യുക, രണ്ട് ഇക്വേഷൻ. ഈ രണ്ട് ഇക്വേഷൻ സോൾവ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എക്സിൻ്റെയും വൈയുടെയും വാല്യൂ കിട്ടും. അതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ സെഡിൻ്റെയും വാല്യൂ കിട്ടും. ഈ XYZ ആണ് നമ്മൾ ക്ലോസസ്റ്റ് പോയിന്റ്. അതാണ് ഈ പോയിന്റ് P. ഓക്കെ. Then example 2. Find the point on the hyperbolic cylinder x² - z² - 1 = 0 that are closest to the origin. അപ്പോൾ ഇതാണ് ഈ ഹൈപ്പർബോളിക് സിലിണ്ടർ. ഈ സിലിണ്ടറിൽ ഈ ഒറിജിനുമായിട്ട് ക്ലോസസ്റ്റ് ടു ദ ഒറിജിനുമായിട്ട് ഉള്ള പോയിന്റ് കണ്ടുപിടിക്കണം. അപ്പം നമ്മൾ എന്താ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതിനിടയിൽ ഇതിൻ്റെ ഒറിജിനിൽ ഒരു സ്പിയർ വെക്കും. ഈ സ്പിയർ. എന്നാൽ സ്പിയർ അങ്ങ് വലുതാക്കും. ഒരു സോപ്പ് ബബിള് എക്സ്പാൻഡ് ചെയ്യും. ആ സ്പിയർ വലുതാക്കി കഴിയുമ്പോൾ ഈ സ്പിയർ വലുതായി ഒരു സ്റ്റേജിലെത്തുമ്പോൾ ഈ സ്പിയർ എന്ത് ചെയ്യും? ഈ രണ്ട് ഹൈപ്പർബോളിക് പ്ലെയിനിനെയും ടച്ച് ചെയ്യും. അപ്പോൾ ആ സ്പിയറിൻ്റെ ഇക്വേഷനാണ് F എന്ന് പറയുന്നത്. x² + y² + z² - a² = 0. ടച്ച് ചെയ്യുമ്പോൾ അതിൻ്റെ റേഡിയസ് A ആണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ആ F എന്ന് പറയുന്ന ഫങ്ഷൻ. അതാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഇത് ടച്ച് ചെയ്യുമ്പോൾ സിലിണ്ടറിൻ്റെ ഇക്വേഷൻ എന്താ? x² - z² - 1 = 0. ടച്ച് ചെയ്യുമ്പോൾ. അപ്പം ഇതിനെ നമ്മൾ G ആയിട്ട് എടുക്കും. ഇതൊരു G എന്ന് പറയുന്ന ഒരു ഫങ്ഷൻ ആയിട്ട് എടുക്കും. ഹൈപ്പർബോളിക് സിലിണ്ടറിനെ നമ്മൾ എടുക്കുന്ന ഡിസ്റ്റൻസിനെ F ആയിട്ട് എടുക്കും. ഡിസ്റ്റൻസിൻ്റെ സ്ക്വയർ ആണ് കേട്ടോ. ഇത് ഡിസ്റ്റൻസിൻ്റെ സ്ക്വയർ ആണ് നമ്മൾ F ആയിട്ട് എടുത്തു. എന്നിട്ട് ഈ രണ്ട് ഫങ്ഷനും, ഈ Fഉം Gയും, ഈ സ്പിയർ ഇതുണ്ടോ? The cylinder and sphere have the same tangent plane and normal line. ടച്ച് ചെയ്യുമ്പോൾ അറ്റ് ഈച്ച് പോയിന്റ് ഓഫ് കോണ്ടാക്ട് ചെയ്യുമ്പോൾ ഈ പോയിന്റിലെ നോർമലും ടാൻജന്റ് പ്ലെയിനും ഈ രണ്ടിൻ്റെ സ്പിയറിൻ്റെയും ഹൈപ്പർബോളിക് സിലിണ്ടറിൻ്റെയും ഒന്ന് തന്നെയായിരിക്കും. ഇതിൻ്റെ അതുകൊണ്ട ലെവൽ
Therefore, if the sphere and cylinder are represented as the level surface obtained by setting, ഇതിനെ എഫ് ആയിട്ട് എടുക്കും, ഇതിനെ ജി ആയിട്ട് എടുക്കും. ഈക്വൽ ടു 0, ഇതിനെ ഈ ജി ഈക്വൽ ടു 0 എന്നാണ് എടുക്കുക. Then the gradient del f and del g will be parallel. ഇതിൻ്റെ ഇത് രണ്ടും ടച്ച് ചെയ്യുമ്പോൾ എന്തായിരിക്കും? ഇതിൻ്റെ നോർമൽ ടാൻജന്റ് ലൈൻ നോർമൽ ലൈൻ രണ്ടിന് ഒന്ന് തന്നെയാണ്, നോർമൽ ലൈൻ രണ്ടിൻ്റെ ഒന്ന് തന്നെയാണ്. അതുകൊണ്ട് എന്തായിരിക്കും? എഫിൻ്റെയും ജിയുടെയും നോർമൽ ലൈൻ ഒന്ന് തന്നെ ആയതുകൊണ്ട് ഡെൽ എഫും ഡെൽ ജിയും എന്തായിരിക്കും? പാരലൽ ആയിരിക്കും. വിൽ ബി പാരലൽ വേർ ദ സർഫസ് ടച്ച് ചെയ്യുന്നിടത്ത് അത് പാരലൽ ആയിരിക്കും. അറ്റ് എനി പോയിന്റ് ഓഫ് കോണ്ടാക്ട് we should therefore be able to find a scalar lambda such that del f equal to lambda del g. അതാണ് ഈ ടച്ച് ചെയ്യുന്ന പോയിന്റിലെ, ഇതാണ് ടച്ച് ചെയ്യുന്ന പോയിന്റ്. ഈ ടച്ച് ചെയ്യുന്ന പോയിന്റിലെ നോർമൽ രണ്ടും പാരലായിരിക്കും, അതാണ് പറയുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ഈ ഡെൽ എഫ് ഈക്വൽ ടു ലാംഡ ഡെൽ ജി സോൾവ് ചെയ്യും. ഇതുണ്ടോ? A sphere expanding like a soap bubble centered at the origin until it just touches the hyperbolic cylinder. ടച്ച് ചെയ്യുന്നോടം വരെ. അപ്പൊ ടച്ച് ചെയ്യുന്ന പോയിന്റിൽ എന്തായിരിക്കും? എഫ് എന്ന് പറയുന്ന സ്പിയറിന്റെ ഡെൽ എഫ് ഈക്വൽ ടു ഹൈപ്പർബോളിക് സിലിണ്ടർ ആണ് ഡെൽ ജി. ഡെൽ എഫ് ഈക്വൽ ടു ലാംഡ ഡെൽ ജി ആയിരിക്കും. അതാണ് എന്താ കാരണം? ഈ രണ്ടിൻ്റെയും ടാൻജന്റ് പ്ലെയിനും നോർമൽ ലൈനും ഈ പോയിന്റ് ഓഫ് കോണ്ടാക്റ്റിൽ ഒന്ന് തന്നെയായിരിക്കും. അപ്പൊ ആ നോർമൽ ലൈനിൽ നിന്നാണ് നമുക്ക് ഡെൽ എഫ് ഈക്വൽ ടു ലാംഡ ഡെൽ ജി എപ്പോൾ? ഈ പോയിന്റ് ഓഫ് കോണ്ടാക്റ്റിൽ. അപ്പം ഇത് രണ്ടും ഇത് സോൾവ് ചെയ്ത് കഴിഞ്ഞിട്ട് കിട്ടുന്ന എക്സ് വൈ സെഡ് ആയിരിക്കും പോയിന്റ് ഓഫ് കോണ്ടാക്റ്റ്. അതായിരിക്കും ഈ ഒറിജിനിൽ നിന്നുള്ള ക്ലോസസ്റ്റ് പോയിന്റ്. അപ്പം നമ്മൾ എന്ത് ചെയ്യും? എഫിനെ ഇതിൻ്റെ ഡെൽ എഫ് കാണും, ഡെൽ എഫ്. അപ്പം എക്സ് സ്ക്വയറിൻ്റെ 2xi, വൈ സ്ക്വയറിൻ്റെ 2yj, സെഡ് സ്ക്വയറിൻ്റെ 2zk ഇൻറ്റു ലാംഡ ഇവിടെ എഴുതി. ദെൻ ജി ഓഫ് എക്സ് വൈ സെഡ് ഡെൽ ജി 2xi, വൈ ഇല്ല, വൈ 0 ആണ്. അപ്പം ജെയുടെ കോർഡിനേറ്റ് ഇല്ല. മൈനസ് സെഡ് സ്ക്വയറിന് എന്താ? മൈനസ് 2zk. ഇതാണ് ഈ ഇക്വേഷൻ രണ്ടും കൂടെ സോൾവ് ചെയ്യുക. ഈ ഇക്വേഷൻ രണ്ടും കൂടെ സോൾവ് ചെയ്യുമ്പോൾ ടു എക്സ് ഈക്വൽ ടു 2x ലാംഡ എന്ന് കിട്ടും. 2x ഈക്വൽ ടു 2x ലാംഡ. വൈയുടെ ഇവിടെ വൈ ഇല്ല, അപ്പൊ 2y ഈക്വൽ ടു 0. ദെൻ 2z ഈക്വൽ ടു മൈനസ് 2zk എന്ന് കിട്ടും. 2 ഇത് ലാംഡ ഉണ്ട്, 2 ലാംഡ സെഡ് എന്ന് കിട്ടും. 2z ഈക്വൽ ടു ഇവിടുത്തെ 2z ആണ്, ഇവിടുത്തെ മൈനസ് 2z ലാംഡ. അപ്പോൾ ഇനി നമ്മൾ എക്സും വൈയും സെഡ് സോൾവ് ചെയ്യണം. ഫോർ വാട്ട് വാല്യൂസ് ഓഫ് ലാംഡ വിൽ പോയിന്റ് എക്സ് വൈ സെഡ് ഹുസ് കോർഡിനേറ്റ് സാറ്റിസ്ഫൈ ദിസ് സ്കെയിലർ ഇക്വേഷൻസ് ഓൾസോ ലൈ ഓൺ ദ സർഫസ് എക്സ് സ്ക്വയർ മൈനസ് സെഡ് സ്ക്വയർ മൈനസ് 1 ഈക്വൽ 0. നമ്മൾ കണ്ടുപിടിക്കാനായിട്ട് എക്സ് ഈക്വൽ ടു ഇതാ ഈ ഇക്വേഷനിൽ നിന്ന് ഒന്നുകിൽ എക്സ് ഈക്വൽ ടു 0 ആയിരിക്കും, അല്ലെങ്കിൽ 2 ഈക്വൽ ടു 2 ലാംഡ എക്സ് ആയിരിക്കും. എക്സ് ഒരിക്കലും 0 ആവില്ല. എക്സും വൈയും എക്സ് 0 ആകുമ്പോൾ ഇത് ഈ ഒറിജിനിൽ നിന്നുള്ള ദൂരം ഈ പോയിന്റിൽ എക്സ് ഒരിക്കലും 0 ആവില്ല. കാരണം 0 0 0 എന്നൊരു സോബിൾ ബബിള് എക്സ്പാൻഡ് ചെയ്താൽ ഇവിടെ എത്തുന്നത്. അപ്പൊ എക്സ് 0 അല്ല, അപ്പൊ എക്സ് നോട്ട് ഈക്വൽ ടു 0 ആണ്. എക്സ് നോട്ട് ഈക്വൽ ടു 0 ആണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? ഇത് ഈ ഇക്വേഷൻ്റെ നിന്ന് 2x ഈക്വൽ ടു 2 ലാംഡ എക്സ്. അതിൻ്റെ നിന്ന് എന്ത് കിട്ടും? എക്സ് നോട്ട് ഈക്വൽ ടു 0 ആണെങ്കിൽ 2 ഈക്വൽ ടു 2 ലാംഡ, ലാംഡ ഈക്വൽ ടു 1 എന്ന് കിട്ടും. ലാംഡ ഈക്വൽ ടു 1. അത് ഇവിടെ y ഈക്വൽ ടു 0 ആണ്, അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കുക. അപ്പം എന്ത് കിട്ടും? ലാംഡ ഈക്വൽ ടു 1ൽ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 2z ഈക്വൽ ടു മൈനസ് 2z എന്ന് കിട്ടും. ആ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യണ് സെഡ് ഈക്വൽ ടു മൈനസ് സെഡ് എന്ന് കിട്ടും. ആ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യണമെങ്കിൽ സെഡ് എന്തായിരിക്കണം? സെഡ് 0 ആയിരിക്കണം, മസ്റ്റ് ബി 0. അപ്പൊ സെഡ് 0 കിട്ടി, വൈ ഇവിടുന്ന് നമുക്ക് 0 കിട്ടി, എക്സ് എന്നും കിട്ടി. അപ്പം ഈ പോയിന്റ് എക്സ് 0 0 0 ആണ്. അത് നമ്മൾ തന്നിരിക്കുന്ന ജിയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ഇവിടെ ജി എന്ന് പറയുന്നത് ഹൈപ്പർബോളിക് സിലിണ്ടർ ആണ്.
ആ ജിയിലാണ് എപ്പോഴും നമ്മൾ ഇതിലാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കണം. ഈ ജിയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ജി ഓഫ് എക്സ് ജി ഈക്വൽ ടു 0. അപ്പോൾ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അപ്പോൾ സെഡ് 0 ആകുമ്പോൾ എക്സ് സ്ക്വയർ ഈക്വൽ ടു 1, എക്സ് ഈക്വൽ ടു +or-1 എന്ന് കിട്ടും. അപ്പം ദ പോയിന്റ് ഓൺ ദ സിലിണ്ടർ ക്ലോസസ്റ്റ് ടു ദ ഒറിജിൻ ആർ ദ പോയിന്റ് എക്സ് ഈക്വൽ ടു +or-1 0 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സൈഡിലെ ഈ പോയിന്റ് എന്താ, ആ പോയിന്റ് പ്ലസ് ആയിട്ട് എടുക്കുകയാണെങ്കിൽ 1 0 0 0യും ഇതിൻ്റെ ഓപ്പോസിറ്റ് പോയിന്റ് ഈ ഇതിലുള്ളതാണെങ്കിൽ -1 0 0യുമാണ്. അപ്പോൾ ഇത് പോയിന്റ് ഹൈപ്പർബോളിക് സിലിണ്ടർ data closest to the origin is equal to origin is 1 0 0 and -1 0 0. The method of Lagrange's multipliers. Suppose that f of xyz and g of xyz are differentiable and del g not equal to 0 when g of xyz is equal to 0. എഫും ജിയും ഡിഫറൻഷ്യബിൾ ആണ്, ഡെൽ ജി നോട്ട് ഈക്വൽ ടു 0 ആണ്. എപ്പോൾ ജി ഓഫ് എക്സ് വൈ സെറ്റ് 0 ആകുമ്പോഴും ഡെൽ ജി നോട്ട് ഈക്വൽ 0 ആണ്. ആ കേസിൽ നമ്മൾ ടു ഫൈൻഡ് ദ ലോക്കൽ മാക്സിമം ആൻഡ് മിനിമം വാല്യൂ ഓഫ് എഫിൻ്റെ ലോക്കൽ മാക്സിമം ഓർ മിനിമം വാല്യൂ കണ്ടുപിടിക്കുക സബ്ജക്റ്റ് ടു ദ കൺസ്ട്രെയിൻ ജി ഓഫ് എക്സ് വൈ സെറ്റ് ഈക്വൽ 0. Find the values of x, y, z and lambda that simultaneously satisfies the equation del f equal to lambda del g and g of x, y, z equal to 0. ഇതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഒന്നും കൂടെ പറയാം. ഈ എഫ് എന്ന് പറയുന്ന ഫംഗ്ഷൻ്റെ ലോക്കൽ മാക്സിമവും മിനിമവും കണ്ടുപിടിക്കണം. സബ്ജക്റ്റ് ടു ദ കൺസ്ട്രെയിൻ ജി കണ്ടുപിടിക്കാനായിട്ട് ഈ ജി ഓഫ് എക്സ് വൈ സെറ്റ് 0 ആയിരിക്കും, ഡെൽ ജി 0 ആകാനും പാടില്ല. ആ കേസിൽ നമ്മൾ എന്ത് ചെയ്യും, ഡെൽ എഫ് ഈക്വൽ ടു ലാംഡ ഡെൽ ജി എന്ന് എഴുതും. എന്നിട്ട് അതിൻ്റെ കൂടെ തന്നെ ജി ഓഫ് എക്സ് വൈ സെറ്റ് ഈക്വൽ ടു 0. ഈ രണ്ട് ഇക്വേഷനും കൂടെ സാറ്റിസ്ഫൈ ചെയ്യുന്ന വാല്യൂസ് കണ്ടുപിടിക്കും, എക്സിൻ്റെയും വൈയുടെയും സെഡിൻ്റെയും. അതായിരിക്കും നമ്മുടെ ക്രിട്ടിക്കൽ പോയിന്റ് എന്ന് പറയുന്നത്. ക്രിട്ടിക്കൽ പോയിന്റ് ഈ എക്സ് വൈ സെഡ്, ഈ ഇക്വേഷൻ ഈ 1 സാറ്റിസ്ഫൈ ചെയ്യുന്ന എക്സ് വൈ സെഡ് ആയിരിക്കും ക്രിട്ടിക്കൽ പോയിന്റ്. അതാണ് നിങ്ങൾ ഓർത്തിരിക്കേണ്ടത്. ഇതാണ് ജി ആയിട്ടെടുത്തത്. ജി സിലിണ്ടറാണ്. ഇതാണ് ജി ഓഫ് എക്സ് വൈ സെഡ്, അത് ഈക്വൽ ടു 0 ഇതാണ് എടുത്തത്. പിന്നെ എഫ് എന്നെടുത്തത് ഈ സ്പിയറിൻ്റെ റേഡിയസിൻ്റെ സ്ക്വയറിനെയാണ് നമ്മൾ എഫ് ആയിട്ട് എടുത്തത്. എഫ് ഓഫ് എക്സ് വൈ സെഡ് എന്നെടുത്തത് ഇതാണ്, എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് സെഡ് സ്ക്വയർ ഈക്വൽ ടു എ സ്ക്വയർ. അതാണ് ആ സ്പിയറിൻ്റെ ഇക്വേഷൻ. അതിന് നമ്മൾ ഈ എ സ്ക്വയർ ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുപോകുമ്പോൾ എഫ് ഓഫ് എക്സ് വൈ സെഡ് ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് സെഡ് സ്ക്വയർ മൈനസ് എ സ്ക്വയർ. ഈ എഫിൻ്റെ മിനിമം മാക്സിമം കാണണം സബ്ജക്റ്റ് ടു കൺസ്ട്രെയിൻ ദിസ്. അതിന് നമ്മൾ എന്ത് ചെയ്തു, ഡെൽ എഫ് ഈക്വൽ ടു ലാംഡ ഡെൽ ജി സോൾവ് ചെയ്തു കഴിയുമ്പോൾ നമുക്ക് ആദ്യം എന്ത് ചെയ്യും, ലാംഡയുടെ വാല്യൂ കിട്ടി. ലാംഡ ഈക്വൽ ടു 1 എന്ന് കിട്ടി. ഈ ലാംഡ ഈക്വൽ ടു 1 എവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, ഈ ഹൈപ്പർബോളിക് സിലിണ്ടറിൻ്റെ മുകളിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ലാംഡയുടെ വാല്യൂ എടുത്തിട്ട് ലാംഡയുടെ വാല്യൂവിന് സെഡും കിട്ടി. എന്നിട്ട് നമ്മൾ ലാംഡയുടെ വാല്യൂവിലേക്ക് എന്ത് കിട്ടി, ലാംഡ 1 ആണെങ്കിൽ സെഡ് 0 ആയിരിക്കും എന്ന് കിട്ടി. സെഡ് ഈക്വൽ ടു 0, വൈ ഇവിടെ 0 ആയിട്ട് കിട്ടി. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യൂ, ഈ ഹൈപ്പർബോളിക് സിലിണ്ടറിൻ്റെ മുകളിൽ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോൾ നമുക്ക് എക്സിൻ്റെ വാല്യൂ കിട്ടി. അങ്ങനെ എക്സ് +or-1. അങ്ങനെയാണ് നമുക്ക് ദ പോയിന്റ്സ് ഓൺ ദ സിലിണ്ടർ ക്ലോസസ്റ്റ് ടു ദ ഒറിജിൻ ഇത് കിട്ടിയത്. അപ്പം നമുക്കിവിടെ ഒരു പ്രധാന കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടേ, നമുക്ക് ലോക്കൽ മാക്സിമം മിനിമ കാണാനായിട്ട്, ഈ ഫംഗ്ഷൻ കാണാനായിട്ട് ഒരു എഫ് ഉണ്ടാവും, ഒരു ജി ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഈ ഇക്വേഷൻ ഡെൽ എഫ് ഈക്വൽ ടു ലാംഡ ഡെൽ ജി എന്ന് എഴുതുക. എന്നിട്ട് ലാംഡയുടെ വാല്യൂ കണ്ടുപിടിക്കുക, അത് ഇതിൻ്റെ അകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് എക്സ് വൈ സെഡ് കിട്ടും. അതൊന്നുകിൽ ലോക്കൽ മാക്സിമം ആയിരിക്കാം, അല്ലെങ്കിൽ ലോക്കൽ മിനിമം ആയിരിക്കാം.
ഓക്കെ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ.